സുഹൃത്തുക്കളെ, ഇപ്പൊ ബറാത്ത് രാവ് വരികയാണ്. ദോഷം പൊറുക്കാൻ നിമിത്തമാണ് ആ രാവ്. അതുകൊണ്ടല്ലേ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അതിന് വലിയ ബഹുമാനമുണ്ടെന്ന് പറഞ്ഞത്, അന്നത്തെ ദിവസത്തിൽ ദുആ ഇജാബത്തുണ്ടെന്ന് പറഞ്ഞത്. ശഅബാൻ 15 നോമ്പ് സുന്നത്തുണ്ടോ എന്നിൽ ചിലർ ചോദിക്കാറുണ്ട്. ഞാൻ പറയട്ടെ, എല്ലാ മാസവും 15 നോമ്പ് സുന്നത്തുണ്ട്, 14-നുമുണ്ട്, 13-നുമുണ്ട്. പിന്നെ ശഅബാൻ 15 പ്രത്യേകം ചോദിക്കേണ്ടതുണ്ടോ? സുന്നത്താണെന്ന കാര്യം ഉറപ്പല്ലേ? ഇതുപോലെ ചിലർ ചോദിക്കാറുണ്ട്, റജബ് 27 നോമ്പ് സുന്നത്തുണ്ടോ? എല്ലാ മാസവും 27, 28, 29, 30 ഉണ്ടെങ്കിൽ 30, അതിന്റെ പുറമെ മാസത്തിന്റെ 1, 2, 3 ഈ ദിവസങ്ങളിൽ നോമ്പ് സുന്നത്തുണ്ടെന്ന് തുഹ്ഫയിൽ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ശാഫിഈ മദ്ഹബിലെ ഏറ്റവും മുഅ്തമദായ കിതാബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ 27 നോമ്പെടുക്കണമെന്ന് ചോദിക്കേണ്ടതില്ലല്ലോ. ഇനി അന്നത്തെ ദിവസത്തെ നോമ്പിന് സാധാരണ എല്ലാ മാസവുമുള്ള നോമ്പിന്റെ മഹത്വത്തിന്റെ പുറമെ കൂടുതൽ മഹത്വമുണ്ടോ ഇല്ലേ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ടാകാം. അത് നോമ്പെടുക്കുന്ന നമുക്ക് നോക്കേണ്ടതില്ല, അത് സുന്നത്താണെന്നതിൽ ആർക്കും ഇവിടെ തർക്കമില്ലല്ലോ. അതുകൊണ്ട് നോമ്പെടുക്കേണ്ടത് തന്നെ. ആ ബറാഅത്ത് രാവ് വലിയ ബഹുമാനമുള്ള രാത്രിയാണ്. ആ രാത്രിയിൽ ദുആ ഇജാബത്തുണ്ടെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വെറുതെ കണ്ണും ചിമ്മി അങ്ങ് പറഞ്ഞതല്ല, തെളിവുകൾ കിട്ടിയിട്ടാണ് പറഞ്ഞത്. ആ ദിവസം, ആ രാത്രി വലിയ ബഹുമാനമുള്ളതാണ്. ഈ ശഅബാൻ മാസവും വല്ലാത്ത ബഹുമാനമുള്ള മാസമാണ്, അല്ലയോ സുഹൃത്തുക്കളെ? യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. ലോകത്ത് തുല്യതയില്ലാത്ത കർമ്മമായ സലാത്ത്, ആ സലാത്ത് ചൊല്ലാനുള്ള നിർബന്ധമായ നിർദ്ദേശം. നിസ്കാരത്തിൽ നമ്മൾ സലാത്തിൽ നിർബന്ധമല്ലേ? ഖുതുബയിൽ നിർബന്ധമല്ലേ? മയ്യിത്ത് നിസ്കാരത്തിൽ നിർബന്ധമല്ലേ? സലാത്ത് നിർബന്ധമാണെന്ന് ആർക്കും തർക്കമില്ലല്ലോ. കാരണം പരിശുദ്ധ ഖുർആൻ സല്ലു സലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞതല്ലേ, അതുപോലെ സല്ലിമു സലാം ചൊല്ലണമെന്ന് കൽപ്പിച്ചതല്ലേ. അതുകൊണ്ട് നബി തങ്ങൾക്ക് സലാം ചൊല്ലൽ നിർബന്ധമാണെന്നതിലും ആർക്കും തർക്കമില്ലല്ലോ. നിസ്കാരത്തിൽ നമ്മളൊക്കെ ഈ നബി തങ്ങളെ വിളിച്ച അസ്സലാമു അലൈക അയ്യുഹൻ നബി പറയാറില്ലേ? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് പറയാറില്ലേ? നിർബന്ധമായ കർമ്മമാണല്ലോ സലാത്തും സലാമും. അതിന്റെ പുറമെ ഏത് നിർബന്ധമായ കർമ്മവും സുന്നത്തായി ധാരാളം ചെയ്യുന്ന പതിവില്ലേ. സലാത്തും ധാരാളം ചൊല്ലുന്നത് പുണ്യം തന്നെയാണല്ലോ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ സലാത്ത് ചൊല്ലാനുള്ള നിർദ്ദേശം നൽകിയ മാസമാണ് ശഅബാൻ, ആ മഹത്തായ മാസം. അതുപോലെ വേറെയും ഒരുപാട് സംഗതികളുണ്ട്. ഈ ഭൂമി ലോകത്ത് ഏറ്റവും മഹത്തായ ഒരു സ്ഥാപനമുണ്ട്. അത് കുറ്റിയാടി സിറാജുൽ ഹുദയല്ല, നമ്മുടെ ഇസ്സത്തല്ല. പിന്നെ എവിടെ നമ്മൾ ഇബാദത്തിന് വേണ്ടി കേന്ദ്രമുണ്ടാക്കിയാലും, ഒരു കേന്ദ്രവും ഇല്ലെങ്കിലും നിസ്കരിക്കാൻ വേണ്ടി നമ്മളെല്ലാം തിരിയുന്ന ഒരു കേന്ദ്രം, അതാണ് കഅബത്തുൽ മുശറഫ. അൽ കഅബത്തുൽ മുശറഫ, മഹത്തായ കഅബ. ആ കഅബ ശരീഫ്, അത് സുഹൃത്തുക്കളെ, ഖർനൻ ബഅദ ഖർനിൻ, ഉമ്മതൻ ബഅദ ഉമ്മത്തിൻ, നബിയ്യൻ ബഅദ നബിയ്യൻ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭൂമിയിൽ ഇറങ്ങുന്നതിന്റെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ മലക്കുകൾ ഇറങ്ങി തവാഫ് ചെയ്ത കഅബ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹജ്ജിന് വേണ്ടി 70 പ്രാവശ്യം പോയി ഹജ്ജ് ചെയ്ത കഅബ. നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കപ്പൽ വലിയ തൂഫാന് വന്നപ്പോൾ കപ്പലുമായി നൂഹ് നബി അലൈഹി സ്വലാം വന്നു കപ്പല് തന്നെ തവാഫ് ചെയ്ത കഅബ. ആ മഹത്തായ കഅബ സുഹൃത്തുക്കളെ, നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബർ അതിന്റെ സമീപത്തുണ്ട്. നൂഹ് നബിയെ മറവിയപ്പെട്ടതിന് ശേഷം മാത്രമല്ല കഅബയുടെ ബഹുമാനം, ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബർ ആ കഅബയുടെ ഒരു ഭാഗമായ ഹിജ്ർ ഇസ്മായിലിന്റെ ഉള്ളിലുണ്ട്. മാതാവ് ഹാജർ ദേവിയുടെ ഖബറുണ്ട്. അതുപോലെ വേറെയും പല അമ്പിയാക്കളെയും ഖബറുകളുണ്ട്. പക്ഷേ അവരെ മറവ് ചെയ്യപ്പെട്ടതിന് ശേഷം മാത്രം ബഹുമാനം വന്ന വീടല്ല കഅബ. ആ കഅബ ആദം നബി അലൈഹി സ്വലാം വരുന്നതിന്റെയും 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മലക്കുകൾ തവാഫ് ചെയ്ത ഭവനമാണ് കഅബ. ആ കഅബയുടെ നേരെ ചുവടെ ഓരോ ഭൂമിയിലും ഓരോ പള്ളിയുണ്ട്. അതിന്റെ നേരെ മേലെ ആകാശത്തിൽ ഓരോ ആകാശത്തിലും ഓരോ പള്ളിയുണ്ട്. ആ മഹത്തായ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ അവിടെ നിന്ന് അൽ മസ്ജിദുൽ അഖ്സയിൽ
കിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ ഓർഡർ വന്നപ്പോൾ ആ കഅബയിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിക്കാൻ മനസ്സിൽ ആഗ്രഹം വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം ഓർഡറുമായി വരുന്നുണ്ടോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോ അതിനറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമായി ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹാ. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃപ്തിപ്പെടുത്തലാണ് രാജാവായ റബ്ബിന്റെ പതിവ്. കാരണം അത് ഹബീബാണല്ലോ. പ്രിയപ്പെട്ട ഹബീബിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് രാജാവായ റബ്ബിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകാറുള്ളത്. അതങ്ങനെ തന്നെയാണ് എപ്പോഴും ഉണ്ടാകുന്നത്. അത് സുഹൃത്തുക്കളെ ഖിയാമത്ത് നാളിലും റബ്ബ് പറഞ്ഞില്ലേ, വലസൗഫ യുദീക റബ്ബുക ഫതർദാ. ഓ നബിയേ, തങ്ങളെ സൃഷ്ടിച്ച് പോറ്റി വളർത്തി ആവശ്യമുള്ളതൊക്കെ അപ്പപ്പോൾ തന്നുകൊണ്ട് സംരക്ഷിച്ചു വന്ന അങ്ങയുടെ റബ്ബുണ്ടല്ലോ, ആ റബ്ബ് തങ്ങൾക്ക് ഖിയാമത്ത് നാളിൽ അങ്ങ് തരും. തന്നു കഴിഞ്ഞാൽ ഇന്നത് തരുമെന്ന് പറഞ്ഞില്ല, തരും. തന്നു കഴിഞ്ഞാൽ ഫതർദാ, തങ്ങളങ്ങ് തൃപ്തിപ്പെടും നബിയേ. തങ്ങളെ തൃപ്തിപ്പെടുത്തിയിട്ട് മാത്രമേ കാര്യമുള്ളൂ. ആ സന്തോഷ വാർത്ത അറിയിച്ച റബ്ബ് നബിതങ്ങൾ പറഞ്ഞില്ലേ, ഇതല്ല വാഹിദുൻ മിൻ ഉമ്മത്തി ഫിന്നാർ. എന്നെ സ്നേഹിക്കുകയും എന്നെ അംഗീകരിക്കുകയും എന്നെ ഉൾക്കൊള്ളുകയും എന്നെ ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്ത എന്റെ ഉമ്മത്തിൽപ്പെട്ട ഓരോറ്റ വ്യക്തി നരകത്തിലുള്ള കാലത്തോളം ഞാൻ തൃപ്തിപ്പെടൂല. ഓ സുഹൃത്തുക്കളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് റബ്ബിന്റെ പ്രവർത്തനങ്ങൾ. അത് റബ്ബിന്റെ തീരുമാനമാണ്. അതാർക്കും ഇവിടെ ചോദ്യം ചെയ്യാൻ അധികാരമില്ല. അവനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ല. ഏത് പുത്തൻവാദി വന്നാലും ഒരാൾക്കും റബ്ബിനെ ചോദ്യം ചെയ്യാൻ അധികാരമില്ല. അത് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെയാണ് നമ്മളും തൃപ്തിപ്പെടുത്തേണ്ടത്. നബി തങ്ങളുടെ പൊരുത്തം ആഗ്രഹിച്ച കാഫറാകുന്നാണ് ഉമർ മൗലവി പറഞ്ഞത്. അവൻ അതുകൊണ്ട് എന്താ ആയത് എന്ന് എനിക്കറിയില്ല. ഓ സുഹൃത്തുക്കളെ, അതേസമയം ഖുർആനിൽ അല്ലാഹു പറഞ്ഞതോ, വല്ലാഹു വറസൂലുഹു അഹഖു അൻ യുർദൂഹു. അള്ളാഹുവിന്റെ പൊരുത്തമാണ് സമ്പാദിക്കേണ്ടത്, അള്ളാഹുവിന്റെ റസൂലിന്റെ പൊരുത്തമാണ് സമ്പാദിക്കേണ്ടത് എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ പൊരുത്തം ആഗ്രഹിച്ചാൽ കാഫിറാണെന്ന് പറഞ്ഞ ഉമർ മൗലവി അവൻ അതോടുകൂടെ എന്താണായതെന്നും അവന്റെ അനുയായികൾ എന്താണ് ആകുന്നതെന്നും എന്നോട് ചോദിക്കണ്ട, അത് അനുഭവിച്ചറിയേണ്ട കാര്യമാണ്. എന്നാൽ അല്ലാഹു ജല്ല ജലാലുഹു ആ നബിയെ തൃപ്തിപ്പെടുത്തുന്നു. ആ തൃപ്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമാണ് അതേ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹാ. ഓ നബിയെ, തങ്ങൾ തൃപ്തിപ്പെടുന്ന ഖിബ്ലയിലേക്ക് തങ്ങളെ നമ്മൾ തിരിക്കുന്നു. തങ്ങൾ കഅബയുടെ ഭാഗത്തേക്ക് ഫവല്ലി വജ്ഹക സത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചോളൂ. ഓർഡറാ. സുബ്ഹാനല്ലാഹ്, ഈ ഓർഡർ കിട്ടിയ മാസമാണ് ശഅബാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ആദരവ് നൽകിയ മാസമാണ് ശഅബാൻ. ഈ മാസത്തിൽ വലിയ മഹത്വമേറിയ റമളാനിനെ സ്വീകരിക്കാൻ നമ്മളെല്ലാവരും ഒരുങ്ങണം. അല്ലാഹു തആല ശഅബാനിലും റജബിലും ഒക്കെ ബർക്കത്ത് നൽകി അതാ റമളാനിനെ സ്വീകരിക്കാനും റമളാനിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാനും പലതവണ ജീവിതത്തിൽ റജബിനെയും ശഅബാനിനെയും റമളാനിനെയും റബീഉൽ അവ്വലിനെയും മുഹറമിനെയും ദുൽഹജ്ജിനെയും ഒക്കെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. രാവുകൾക്കും സമയങ്ങൾക്കും സ്ഥലങ്ങൾക്കും പ്രത്യേക മഹത്വം കൊണ്ട് കൽപ്പിക്കുന്നത് നമ്മളത് പരിഗണിക്കാനാണ്, നമ്മളത് കൂടുതൽ പഠിക്കാനും ചിന്തിക്കാനുമാണ്. വഖാല ബഅദുൽ മുഫസ്സിരീൻ, ചില തഫ്സീർ പണ്ഡിതന്മാര് പറഞ്ഞു, അൽ മുറാദു മിനൽ ലൈലത്തിൽ മുബാറക, സൂറത്തുൽ ദുഖാനിൽ പറഞ്ഞ ലൈലത്തുൽ മുബാറക കൊണ്ട് ഉദ്ദേശം ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ പകുതിയുടെ രാവാണ്. ശഅബാൻ പകുതിയുടെ രാവിന് വലിയ മഹത്വമുണ്ട്.
ആ മഹത്വം നമ്മൾ തീർത്തും കേൾക്കേണ്ടതും പഠിക്കേണ്ടവരുമാണ്. അന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച പ്രാർത്ഥന ശരിക്ക് കേട്ടെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കേട്ട് പഠിച്ച മഹദിയാണ് സയ്യിദത്തുനാ ബീബി ആയിഷ റളിയല്ലാഹു അൻഹ. തങ്ങൾ ഷാഫി ഇമാം തങ്ങൾ പറഞ്ഞതും അങ്ങനെയാണ്. ബലഗന അന്നദ്ദുആ യുസ്തജാബു ഫീ 5 ലയാൽ. 5 രാത്രികളിൽ ദുആഇന് ഉത്തരം നൽകപ്പെടുമെന്ന് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ആർക്ക്? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. 10 ലക്ഷം ഹദീസിൽ നിന്ന് കിട്ടുന്ന വിവരമാണ്. അതിന്റെ പുറമെ തഫ്സീറുകളിൽ നിന്ന് കിട്ടുന്ന വിവരമാണ്. അതിന് ഹക്കല്ലാതെ സത്യമല്ലാതെ മറ്റൊരു വശം ഇല്ല. എന്താ മഹാനവറുകൾ പറഞ്ഞത്? 5 രാവുകളെ പരിഗണിക്കണം. ആ 5 രാത്രിയിലും ദുആഇന് ഉത്തരം നൽകപ്പെടും. അതിലൊന്ന് അഫ്ളു ലൈലത്തിൻ മിൻ റജബ്, റജബിലെ ആദ്യ രാത്രിയാണ്. അത് കഴിഞ്ഞു. രണ്ടാമത്തെ രാവ് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ പകുതിയുടെ രാവ്. ദുആഇന് ഉത്തരം കിട്ടുന്ന വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് പിന്നെ അതിൽ സന്ദേഹം വേണ്ട. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അങ്ങനൊന്ന് പറഞ്ഞാൽ അത് തീർത്തു ഉറപ്പിക്കാം. കാരണം അവരുടെ ഇൽമ അത്രയുമാണ്, അവര് മനസ്സിലാക്കിയത് അത്രയുമാണ്. ഇത് നമ്മളെ പഠിപ്പിച്ച എന്തിനാ? നമ്മൾ ദ്വാരക്കാനാണ്, നമ്മൾ പ്രാർത്ഥിക്കാനാണ്, നമ്മൾ ശരിക്കും മനസ്സറിഞ്ഞ് അള്ളാഹുവിലേക്ക് ചോദിക്കാനാണ്, ഒരു മടിയും കാണിക്കാതെ ഇരിക്കട്ടെ. ഈ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ എന്നതിന്റെ പിന്നിൽ ഒരുപാട് പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സൂറത്തു ദുഖാനിലെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, അനുഗ്രഹങ്ങൾ അധികരിച്ച ലൈലത്ത് രാവ് എന്നതുകൊണ്ട് ഉദ്ദേശം ചില പണ്ഡിതർ പറഞ്ഞു ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ആ രാത്രിയിൽ മലക്കുകൾ ഒരുമിച്ച് കൂടുന്ന രാവാണ്. ആ രാത്രിക്ക് വലിയ പുണ്യമുണ്ട്. ലൈലത്തുർ റഹ്മ എന്ന രാത്രിക്കൊരു പേരുണ്ട്. ലൈലത്തുൽ ബറാഅത്ത് രാവ് എന്ന് പേരുണ്ട്. അല്ലാഹു നരകത്തിൽ നിന്ന് മോചനം കൊടുക്കുന്ന രാവാണ്. അതുകൊണ്ടല്ലേ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ശഅബാൻ പകുതിയുടെ രാത്രിയിൽ നിസ്കരിച്ചു. ഏറെ നിസ്കരിച്ചിട്ട് മഹാനവറുകൾ സലാം വീട്ടി നോക്കുമ്പോ വജദ റക്അതൻ ഖളറാ, ഒരു പച്ച നിറത്തിലുള്ള ഒരു കടലാസ് മഹാനവറുകൾക്ക് കിട്ടി. ഖദിത്തസല നൂറുഹാ ബിസ്സമാ, ആ പച്ച നിറത്തിലുള്ള ആ കഷ്ണത്തിന്റെ പ്രകാശം ആകാശത്തിലേക്ക് ഇങ്ങനെ മുട്ടി നിൽക്കുന്നുണ്ട്. മക്തൂബുൻ ഫീഹാ, പച്ച നിറത്തിലുള്ള ആ ഫലകത്തിൽ അല്ലെങ്കിൽ ആ തോലിൽ ആ പേപ്പറിൽ ആ കടലാസിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ഹാദിഹി ബറാഅത്തും മിനന്നാരി മിനൽ മലിക്കിൽ അസീസ് ലിഅബ്ദിഹി ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഇതൊരു മോചന പത്രമാണ്, ബറാഅത്തിന്റെ പത്രമാണ്, മോചന പത്രം. എവിടുന്ന് മോചനം? മിനന്നാരി, നരകത്തിൽ നിന്ന് മോചനം. ആരാണ് ഈ മോചനം നൽകുന്നത്? മിനൽ മലിക്കിൽ അസീസ്, അസീസായ രാജാവിൽ നിന്നുള്ള മോചന പത്രമാണ്. ആർക്കാണ് ഈ മോചനം? ലിഅബ്ദിഹി ഉമർ ബിൻ അബ്ദുൽ അസീസ്. 2 വർഷവും ചില്ലറ മാസവും ഭരണം നടത്തിയ 5ാം ഖലീഫയായി അറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് നരകത്തിന്റെ മോചനത്തിന്റെ റിപ്പോർട്ട് കിട്ടിയത് ശഅബാൻ പകുതിയുടെ രാവിൽ നിസ്കാരം കഴിഞ്ഞ് മേലോട്ട് തല ഉയർത്തിയപ്പോഴാണ്. ബറാഅത്ത് രാവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനൊരു ബറാഅത്ത് ലഭിക്കും. അതേ, വിജയികൾക്ക് അല്ലാഹുവിന്റെ ഗളബിൽ നിന്ന് മോചനം ലഭിക്കും. പരാജിതരായ ആളുകൾക്കും അവർക്കും മോചനം കിട്ടും. അവർക്ക് പരാജയം മാറ്റിവെച്ച് നന്നാകാനുള്ള അവസരമാണ്. ആ രാത്രിക്ക് ബറാഅത്ത് രാവ് എന്ന് വിശേഷിപ്പിക്കുന്ന രാത്രിക്ക് അല്ലാഹു ജല്ല ജലാലുഹു കണ്ടില്ലേ നിങ്ങൾ പ്രത്യേകതകൾ പറഞ്ഞത്? എന്താണ് ആ രാത്രിക്കുള്ള പ്രത്യേകത? സൂറത്തു ദുഖാനിലൂടെ തന്നെ പറഞ്ഞു, ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ആ രാവിലാണ് എല്ലാ ഉറപ്പിക്കപ്പെട്ട കാര്യങ്ങളെയും കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ആ രാവിലാണ് എല്ലാ ഉറപ്പിക്കപ്പെട്ട കർമ്മങ്ങളെയും കൈമാറ്റം ചെയ്യപ്പെടുന്നത്.
അന്ന് രാത്രിയിൽ നിസ്കാരത്തിന് പുണ്യമുണ്ട്. പ്രത്യേകം ഒരു നിസ്കാരം ഇത്രയെന്ന് ഹദീസിൽ വാരിദായിട്ടില്ല. 100 റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. 10 റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. ഒരു 2 റക്അത്തെങ്കിലും നമ്മൾ നിസ്കരിക്കണം. പിറ്റേന്ന് നോമ്പാണല്ലോ, അത്താഴത്തിന് എഴുന്നേൽക്കുമല്ലോ. ബറാഅത്ത് രാവിൽ ഒരു 2 റക്അത്ത് തഹജ്ജുദെങ്കിലും നിസ്കരിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏറെ നബിതങ്ങൾ പ്രാർത്ഥിച്ചു എന്ന്, ഏറെ തങ്ങൾ പരിഗണിച്ചു എന്ന് ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്ന രാവാണത്. ആ രാവിനെ പറ്റി ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നത് കാണാം. ഹദ്ദതനി 30 മിൻ അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, 30 സഹാബിമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്നമൻ സ്വല്ലാ ഹാദിഹി സ്വലാത ഫീ ഹാദിഹിൽ ലൈല, 100 റക്അത്ത് നിസ്കരിക്കുന്ന ഒരു ഹദീസ് പറഞ്ഞിട്ട് പറയാണ്. ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്. ശഅബാൻ പകുതിയുടെ രാവിൽ ഒരാൾ 100 റക്അത്ത് നിസ്കരിച്ചാൽ അർസലല്ലാഹു തആല ഇലൈഹി 100 മലക്കിൻ, അല്ലാഹു അയാളിലേക്ക് 100 മലക്കിനെ പറഞ്ഞേക്കും. 30 മലക്കുകൾ യുബശിറൂനഹു ബിൽ ജന്ന, സ്വർഗ്ഗം കൊണ്ട് സന്തോഷം അറിയിക്കും. വ30 മറ്റു 30 മലക്കുകൾ യുഅമ്മിനൂനഹു മിൻ അദാബിൻ നാർ, നരക ശിക്ഷയിൽ നിന്ന് സുരക്ഷിതത്വം അറിയിക്കും. വ30 യദ്ഫഉ അൻഹു ആഫാത്തിദ് ദുനിയാ, വേറെ 30 മലക്കുകൾ ദുനിയാവിലെ ആപത്തുകളെ തൊട്ട് നിങ്ങൾക്ക് മോചനമുണ്ടെന്ന വിവരം അറിയിക്കും. വഅശറത്തുൻ 10 മലക്കുകൾ, 90 10 കൂടിയുണ്ട്. യദ്ഫഊന അൻഹു മകായിദ ശൈത്താൻ, പിശാചിന്റെ കുതന്ത്രങ്ങളെ ആ മനുഷ്യനിൽ നിന്ന് തടഞ്ഞു നിർത്തും. ഹയാത്താക്കേണ്ട രാവുകൾ 16 ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിൻ അൽ ഗസാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യായിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ 16 വിശദീകരിക്കുകയല്ല. അക്കൂട്ടത്തിൽ ഒരു രാവാണ് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ചെറുപ്പക്കാരെ, ഉമ്മമാരെ, സഹോദരന്മാരെ, നാടിന്റെ പല ഭാഗങ്ങളിലും വ്യത്യസ്ത ഇബാദത്തുകളെ കൊണ്ട് അന്ന് രാത്രി ജനങ്ങൾ മുഖരിതമാക്കാറുണ്ട്. അന്നത്തെ ഒരു രാവിന്റെ മഹത്വം പരിഗണിച്ച് കണ്ണീരൊലിപ്പിച്ചു ദുആ ചെയ്യുന്നവരുണ്ട്. അള്ളാഹുവിൽ നിന്ന് തൗബ കിട്ടണമെന്ന് ശരിക്ക് പ്രതീക്ഷിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ കേണപേക്ഷ നടത്തുന്നവരുണ്ട്. എല്ലാവിധ സലാമത്തിനും പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമ്മളും അതിൽ ഭാഗവാക്കാകണം. ഏത് പുണ്യമുള്ള രാവ് വന്നാലും ഒരു 5 മിനിറ്റിന്റെ ബറക്കത്തെടുത്ത് അലസതയോടെ ബാക്കി ഉറങ്ങി തീർക്കല്ല. ചെറിയ രൂപത്തിലെങ്കിലും ഒരു സജീവത നമുക്ക് വേണം. പാവപ്പെട്ട എത്രയോ മനുഷ്യന്മാര് അള്ളാന്റെ മഗ്ഫിറത്തും റഹ്മത്തും പ്രതീക്ഷിച്ച് അന്നത്തെ രാവ് മുഴുവനും ഹയാത്താക്കുമ്പോ മുഴുവനും കഴിയില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ചില്ലറ മണിക്കൂറുകളെങ്കിലും ഹയാത്താക്കി ദുആ കൊണ്ടും ദിക്റ് കൊണ്ടും സജീവമാക്കണേ. 3 സൂറത്ത് യാസീൻ ഓതുന്ന രാവ് അന്നല്ലേ, സൂറത്തു ദുഹാനും ഓതുന്ന രാവ് അന്നല്ലേ. ആ രാത്രിയിൽ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. ഒരുപാട് പണ്ഡിതന്മാരത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്നു തൈമിയ്യ വരെ പറഞ്ഞു, അന്നലി ഹാദിഹിൽ ലൈലത്തി ഫദ്ലാ, ശഅബാൻ പകുതിയുടെ രാവിന് വലിയ മഹത്വമുണ്ട്. വിവരിച്ചാൽ തീരൂല. അതിന്റെ മഹത്വത്തെ നിഷേധിക്കൂല ദീനിൽ വിവരക്കേട് പറയുന്നവനല്ലാതെ. ആ ശഅബാൻ പകുതിയുടെ രാവിന്റെ മഹത്വത്തെ നിഷേധിക്കൂല ദീനിൽ വിവരം കെട്ടവനല്ലാതെ, വിവരം കുറഞ്ഞവനല്ലാതെ എന്ന് പണ്ഡിതന്മാരും എല്ലാവരും സമ്മതത്തോടെ പറയുമ്പോ നമ്മൾ പരിഗണിക്കേണ്ട രാവാണ്. ഈ 100 റക്അത്ത് നിസ്കാരം നിസ്കരിക്കുന്നതിനെ പറ്റി 30 സ്വഹാബിമാര് ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു ഹദീസ് തഫ്സീറിന്റെ പണ്ഡിതന്മാര് കൊണ്ടുവരുന്നുണ്ട്. ആ നിസ്കാരം നിസ്കരിച്ച ആളുകളിലേക്ക് അല്ലാഹു തആല അന്ന് രാത്രി ഒരു നോട്ടം നോക്കും. 70 നോട്ടം അവരിലേക്ക് നോക്കും. വഖലല്ലാഹു ലഹു ബികുല്ലി നളറത്തിൻ, ഓരോ നോട്ടം കൊണ്ടും അല്ലാഹു തീർപ്പ് കൽപ്പിക്കും. 70 ഹാജ, 70 ആവശ്യങ്ങൾ. അദ്നാഹാ അൽ മഗ്ഫിറ, അതിലേറ്റവും ചെറുത് അൽ മഗ്ഫിറ,
നമ്മൾ ഏറ്റവും നന്നായി കാണേണ്ട ഒരു അനുഗ്രഹമാണ് അള്ളാഹു പാപം പൊറുത്തു തരലാണ്. ആ 70 ആവശ്യങ്ങളിൽ ഏറ്റവും ചെറുത് അദ്നാഹ അൽ മഗ്ഫിറ, പാപമോചനമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത്ര ഊറൊന്നുമില്ലെങ്കിലും ഒരു 2 റക്അത്തെങ്കിലും നിസ്കരിച്ച് മനസ്സൊന്ന് അള്ളാഹുവിലേക്ക് തിരിച്ചു വെച്ച് ഒന്ന് പ്രാർത്ഥന നടത്താനും ഇസ്തിഗ്ഫാർ ചൊല്ലാനൊക്കെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അന്ന് വലിയ മഗ്ഫിറത്തുണ്ട്, വലിയ ഇസ്തിജാബത്തുണ്ട് എന്നതിൽ ഒരു തർക്കവുമില്ല. പണ്ഡിതന്മാര് അസന്നിഗ്ധമായ ആ വിഷയം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ശഅബാൻ പകുതിയുടെ രാവിൽ ഒരുപാട് മഹത്വങ്ങൾ പഠിപ്പിച്ച കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിനെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലിയെ ഈ 100 റക്അത്ത് നിസ്കാരം പറഞ്ഞു കൊടുത്ത ശേഷം പറഞ്ഞു, ആ 100 റക്അത്ത് നിസ്കാരത്തിൽ ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതും, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതും. ചെറിയ സൂറത്താണ്. ഖുൽ ഹുവല്ലാഹു അഹദ് 10 മർറാത്ത് 10 പ്രാവശ്യം എന്ന് ചില റിവായത്തിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് അലിയാരെ വിളിച്ചു പറയാണ്, അലി മാമിൻ അബ്ദിൻ യുസല്ലി ഹാദിഹി സ്വലാത്ത, ഈ നിസ്കാരം നിസ്കരിക്കുന്ന ഒരൊറ്റ അടിമയുമില്ല, ഇല്ലാ ഖദല്ലാഹു ലഹു കുല്ല ഹാജ, എല്ലാ ആവശ്യങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കും. ത്വലബഹാ തിൽക്കൽ ലൈല, അന്ന് രാത്രി എന്ത് ആവശ്യങ്ങളാണോ തേടുന്നത് അതൊക്കെ അള്ളാഹു അവന് പൂർത്തീകരിച്ചു കൊടുക്കും. ഇവിടെ മാത്രമാണോ അതുകൊണ്ട് നേട്ടം? അല്ല. വയബഅതുല്ലാഹു 70,000 മലക്കിൻ, 70,000 മലക്കുകളെ അള്ളാഹു അയക്കും. യക്തുബൂന ലഹുൽ ഹസനാത്ത്, ആ 70,000 മലക്കുകളാണ് ഈ മനുഷ്യന് നന്മകൾ എഴുതുന്നത്, തിന്മകൾ തടയുന്നത്, ദറജകൾ ഉയർത്തുന്നത്. ഇലാ റഅസിസ്സനാ, അടുത്ത കൊല്ലത്തിന്റെ തുടക്കം വരെ സ്വർഗത്തിലും അയാൾക്ക് വ്യത്യാസമുണ്ട്. വഅന്ന മൻ മാത മിൻ ലൈലതിഹി, അതെ, ഇങ്ങനെ നിസ്കരിച്ചിട്ട് ആ വർഷത്തിന്റെ രാവിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ഖബല അൻ യഹൂലൽ ഹൗലു, അടുത്ത കൊല്ലം ശഅബാനാകുന്നതിന്റെ മുമ്പ് മാത ഷഹീദാ, അയാൾക്ക് ഷഹാദത്തിന്റെ മഹത്വം അല്ലാഹു കൊടുക്കുന്നുണ്ട്. വയുതീഹില്ലാഹു ബികുല്ലി ഹർഫിൻ മിൻ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദിലെ ഓരോ അക്ഷരത്തിന് പകരവും അന്ന് അല്ലാഹു തആല അയാൾ ഓതിയ അക്ഷരത്തിന് പകരം കൊടുക്കുന്നുണ്ട്. 70 ഹൂറാ, 70 ഹൂറികളെ സ്വർഗത്തിൽ നിന്ന് അല്ലാഹു സമ്മാനം കൊടുക്കുന്നു. അപ്പൊ ചിലരങ്ങനെ കണക്ക് പറഞ്ഞിട്ടുണ്ട്, 100 റക്അത്തിന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട്. ഖാല ബഅദുഹും അഖല്ലു സ്വലാത്തിൽ ബറാഅത്ത് റക്അത്താൻ, അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. 2 റക്അത്തെങ്കിലും നിസ്കരിക്കണം എന്ന് പറഞ്ഞു. ബറാഅത്ത് രാവിൽ സുന്നത്തായ നിസ്കാരം എന്ന് ഹദീസിൽ വന്ന നിസ്കാരങ്ങൾ പ്രത്യേക ഒരു പേരിൽ അറിയപ്പെട്ടതല്ലെങ്കിലും മുത്തലഖായ സുന്നത്ത് നിസ്കാരം, അല്ലെങ്കിൽ ആവശ്യ പൂർത്തീകരണത്തിന് നിസ്കാരം, ഖളാഉൽ ഹാജത്തിന് നിസ്കാരം എന്നൊക്കെ അതിനെ വിളിക്കാം. അന്നത്തെ രാവിൽ നിസ്കരിച്ചുകൊണ്ട് ഹയാത്താക്കിയിട്ട് വല്ലാത്ത മഹത്തല്ലേ കിട്ടുന്നത്. മറ്റൊരു ഹദീത്തിൽ 5 രാത്രികൾ ഹയാത്താക്കാൻ വേണ്ടി പറഞ്ഞ ഹദീത്തുണ്ട്. ആ 5 രാത്രി ഹയാത്താക്കിയാൽ സ്വർഗം വുജൂബാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അഹ്യാ അൽ-ലയാലിൽ ഖംസ്, 5 രാവുകൾ ഒരാൾ ഹയാത്താക്കിയാൽ, അത് കുറെ ആ ഹദീത്തിൽ പറയുന്ന കുറെ രാവുകളൊക്കെ നമ്മിൽ പലരും ഹയാത്താക്കലുണ്ട്, കാരണം ലക്ഷങ്ങൾ മുടക്കുന്നുണ്ട്. ഹദീത്തിൽ പറയുമ്പോൾ മനസ്സിലാവും. വജബത്ത് ലഹുൽ ജന്ന, ലൈലത്തു തർവിയ, അത് ഇവിടെ അല്ല, ഹജ്ജിന് പോയിട്ടുള്ള രാവാണ് ലൈലത്തു തർവിയ. ദുൽഹിജ്ജ 8 രാത്രി മിനയിൽ രാപ്പാർക്കുന്ന രാവ്. അന്ന് അധികം ആളും ഹയാത്താക്കും, കാരണം ഇതിനി കിട്ടിക്കോണമെന്നില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ കിടന്നുറങ്ങാൻ വന്നതല്ല, മിനയിലല്ലേ ദിക്ർ ചൊല്ലിക്കോളി, എല്ലാവരും ദ്വാരുന്നോളി, നിസ്കരിച്ചോളി, ഖുർആൻ ഓതിക്കോളി, സ്വലാത്ത് ചൊല്ലിക്കോളി, ഒരുപാട് ദിക്റുകൾ ചൊല്ലിക്കോളി, അന്ന് ഹയാത്താക്കും. മറ്റൊന്ന് ലൈലത്തു അറഫ, നേരെ പിറ്റേന്നുള്ള അറഫയുടെ രാവ്. ലൈലത്തുൻ നഹർ, മുസ്ദലിഫയിലൊക്കെ പോയി നിൽക്കുന്ന പെരുന്നാളിന്റെ രാവിലെ ആ രാവ്. ഇത് 3ഉം പലരും ഹയാത്താക്കാറുണ്ട്. കാരണം ലക്ഷങ്ങൾ മുടക്കിയാണ് വന്നത് എന്നതിന്റെ പുറമെ ഇനി വരാനൊരു പക്ഷേ ഒത്തിട്ടില്ലെങ്കിലോ, ഈ സ്ഥലത്തേക്ക് ഇനി വന്നിട്ടില്ലെങ്കിലോ, അതുകൊണ്ട് ഹയാത്താക്കട്ടെ. ആ ഹദീസിൽ 4മതായി എണ്ണിയത് ലൈലത്തുൽ ഫിത്ർ, ചെറിയ പെരുന്നാളിന്റെ രാവാണ്. 5മതായി എണ്ണിയത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ,
ശഅബാൻ പകുതിയുടെ രാവാണ്. അപ്പൊ ആ രാവിന്റെ മഹത്വം ധാരാളമുണ്ട്. രണ്ടാമതായി ആ രാവിന്റെ മഹത്വം പറഞ്ഞിടത്ത് നുസൂലുർ റഹ്മ, റഹ്മത്ത് ധാരാളം ഇറങ്ങുന്നുണ്ട്. എത്രയാണ് അല്ലാഹു തആല റഹ്മത്ത് ഇറക്കുന്നത്? അല്ലാഹു തആല അവന്റെ റഹ്മത്ത് ഇറക്കുന്ന രാവുകളിൽ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ പ്രത്യേകം എണ്ണിയിട്ടുണ്ട്. മഗ്ഫിറത്ത് അല്ലാഹു നൽകുന്ന രാവാണ്. അതേ ബറാഅത്ത് രാവ്. ആ മഗ്ഫിറത്ത് നൽകപ്പെടുന്നവരിൽ അല്ലാഹു നമ്മളെ ചേർത്തി തരുമാറാകട്ടെ. അവിടെയാണ് നേരത്തെ സൂചിപ്പിച്ച ഹദീസിന്റെ ഭാഗം ഞാൻ അല്പം ഒന്ന് വായിക്കുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബറാഅത്ത് രാവിൽ, ശഅബാൻ പകുതിയുടെ രാവിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ അടുത്തേക്ക് വന്നു. അന്ന് എന്റെ വീട്ടിൽ താമസിക്കേണ്ട രാത്രിയാണ്, പതിവനുസരിച്ച് വരുന്ന രാവാണ്. വന്നു, കുറച്ചു നേരം എന്റെ കൂടെ കിടന്നു. കിടക്കാൻ ഉപയോഗിക്കുന്ന ഡ്രസ്സ് തങ്ങൾ മാറ്റി എന്റെ കൂടെ കിടന്നു. ഞാനുമായി ഇങ്ങനെ സംസാരത്തിൽ ഏർപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് നിർത്തി, സംസാരം നിർത്തി. തങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കാൻ പോകുമ്പോൾ ധരിക്കുന്ന വസ്ത്രം ധരിച്ച് തങ്ങൾ പുറത്തുപോയി. അപ്പൊ ഞാന് സ്വാഭാവികമായും ഒരുപാട് ഭാര്യമാരുണ്ടാകുമ്പോ പിടികൂടുന്ന രൂപത്തിൽ എന്റെ മനസ്സിലും തോന്നിപ്പോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ പോകുന്നതിന് തെറ്റൊന്നുമില്ല, മറ്റു ഭാര്യമാരുടെ അടുത്തേക്ക് ആർക്കെങ്കിലും പോയോ, ഇന്ന് എന്റെ രാവല്ലേ എന്നെന്റെ മനസ്സിലൊക്കെ തോന്നി. ഞാനും തങ്ങളെ പിന്നാലെ പുറപ്പെട്ടു. ഞാൻ പുറത്തിറങ്ങി. തങ്ങൾ കുറച്ചു ദൂരത്തൂടെ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഞാൻ അവസാനം ഒരു സ്ഥലത്തെത്തി നിന്നപ്പോൾ ഫഅദറക്തുഹു ബിൽ ബഖീഅ്, തങ്ങൾ ജന്നത്തുൽ ബഖീലാണ്, ബഖീൽ ഗർഖദിലാണ്. യസ്തഗ്ഫിറു ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാതി വശുഹദാ, എല്ലാ വിശ്വാസിനികൾക്കും രക്തസാക്ഷികൾക്കും വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഞാനത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ബി അബീ അൻത വ ഉമ്മീ, ഓ നബിയേ, എന്റെ ബാപ്പയും എന്റെ ഉമ്മയും തങ്ങൾക്ക് സമർപ്പിതമാണ്. അൻത ഫീ ഹാജതി റബ്ബിക വ അന ഫീ ഹാജതി ദുനിയാ, തങ്ങളിപ്പോൾ ഈ രാത്രി ചെലവഴിക്കുന്നത് റബ്ബിന്റെ ആവശ്യത്തിലാണല്ലോ, അള്ളാഹുവിനോടുള്ള തേട്ടത്തിലാണല്ലോ. ഞാൻ എന്റെ ശരീരത്തിന്റെ ആവശ്യത്തിനല്ലേ ഇറങ്ങി വന്നിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് അവിടുന്ന് ഇങ്ങോട്ട് മടങ്ങി. തങ്ങൾ ജന്നത്തുൽ ബഖീൽ കേൾക്കുകയല്ലേ. പെട്ടെന്ന് വന്ന് ഞാൻ വീട്ടിൽ കയറി. സ്പീഡിൽ വന്നതുകൊണ്ട് എനിക്ക് ശ്വാസം ഇങ്ങനെ തിങ്ങിക്കളിക്കുന്നുണ്ട്. എന്റെ ശ്വാസത്തിന്റെ വേഗത കണ്ട് പിന്നാലെ വന്നപ്പോ തങ്ങൾ ചോദിച്ചു, എന്താണ് ഇങ്ങനെ ശ്വാസോച്ഛ്വാസം വേഗതയിൽ നടത്തുന്നത്? അല്ല നബിയേ, തങ്ങൾ എന്റെ അടുത്ത് കിടന്നിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് പോയപ്പോ ഞാൻ പിന്നാലെ വന്നു നോക്കിയതാണ്. അല്ല ഇശാ അകുംതി തഖാഫീന അൻ യഹീഫല്ലാഹു അലൈകി വറസൂലുഹു, അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും നിങ്ങളോട് അക്രമം കാണിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ പേടിക്കുന്നുണ്ടോ? നിങ്ങൾക്കുള്ള രാത്രി നിങ്ങൾക്ക് സ്വന്തമാണ്. പക്ഷേ ഞാൻ എഴുന്നേറ്റ് പോയത് ബൽ അതാനി ജിബ്രീലു അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഹാദിഹി അല്ലൈലത്തു ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ഈ രാവ് ശഅബാൻ പകുതിയുടെ രാവാണ്. വലില്ലാഹി ഫീഹാ യുതഖാഉ മിനൻ നാരി ബിഅദദി ശുഊരി ഗനമി കൽബിൻ, കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമത്തിന്റെ എണ്ണം കണക്കനുസരിച്ച് ഈ രാത്രിയിൽ അല്ലാഹു ഒരുപാട് ആളുകൾക്ക് മോചനം നൽകുന്നുണ്ട്. അല്ലാഹുവിന് ഈ രാത്രിയിൽ ഒരുപാട് യുതഖാ ഉണ്ട്, മോചിതരുണ്ട്. അതേ സമയത്ത് ലാ യൻദുറുല്ലാഹു ഫീഹാ, ഈ രാവിലെ അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. ഇലാ മുശ്രിക്കിൻ, മുശ്രിക്കിലേക്ക് നോക്കൂല. വലാ ഇലാ മുഷാഹിനിൻ, മുഷാഹിനിലേക്ക് നോക്കൂല. വൈരാഗ്യ ചിന്തമുള്ളവനിലേക്ക് നോക്കൂല. വ്യക്തി വൈരാഗ്യമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലാ ഇലാ ഖാത്തി റഹ്മിൻ, ബന്ധം വിച്ഛേദിച്ചവരിലേക്ക് നോക്കൂല. വലാ ഇലാ മുസ്ബിലിൻ, ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഉടുത്തവരിലേക്ക് നോക്കൂല. വലാ ഇലാ അഖിൻ വാലിദൈ, മാതാപിതാക്കളെ വെറുപ്പിച്ചവനിലേക്ക് നോക്കൂല. വലാ ഇലാ മുദ്മിനി ഖംദിൻ, മദ്യപാനിയിലേക്ക് നോക്കൂല. അവരാണ് ആ രാത്രിയിലെയും
എല്ലാ സുഹൃതങ്ങൾ നിറഞ്ഞ രാത്രിയിലെയും ഹതഭാഗ്യർ. സഹോദരങ്ങളെ, ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ പകുതിയുടെ രാവ് വരുന്നു. ശഅബാൻ ഉദിച്ചിട്ടില്ല. ഇനിയും സമയമുണ്ടല്ലോ. ഇതിൽ നിന്ന് മാറി ചിന്തിക്കാം. ആ ലിസ്റ്റിൽ പെടുന്ന ആളുകളിലേക്ക് അന്ന് അള്ളാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കൂല എന്ന് പറഞ്ഞാൽ അവരെ ബഹിഷ്കരിക്കുന്നത് അവര് മാറി വരാനാണ്, നന്നായി അള്ളാഹുവിനോട് ചോദിക്കാനാണ്. ഈ രൂപഭാവങ്ങൾ അങ്ങനെ വെച്ചു നടന്നിട്ട് പിന്നെ അള്ളാഹുവിനോട് അങ്ങ് ചോദിക്കുമ്പോഴേക്ക് ഒക്കെ കിട്ടിയേക്കുമെന്ന് ചിന്തിക്കണ്ട. ഇവിടെ മറ്റു ചില ഹദീസുകളിൽ ജ്യോത്സ്യനെ പറഞ്ഞിട്ടുണ്ട്, സിഹിർ ചെയ്യുന്നവനെ പറഞ്ഞിട്ടുണ്ട്, വേശ്യാവൃത്തിയിലായി ജീവിക്കുന്നവനെയും പറഞ്ഞിട്ടുണ്ട്, വ്യഭിചാരം നടത്തുന്നവനെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മദ്യപാനിയും ഇതുപോലെ ഗുരുതരമായ ദോഷങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരും നന്നായി തീർന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട രാവാണ് ബറാഅത്ത് രാവ്, ശഅബാൻ പകുതിയുടെ രാവ്. അതല്ല ലൈലത്തുൽ ഖദറിനെ പറ്റിയാണെങ്കിലും അവിടെയും ഉണ്ട് ഇതേ വിഷയങ്ങൾ. അപ്പൊ നമുക്ക് അല്ലാഹു തആല നിശ്ചയിച്ച റഹ്മത്തും ബറക്കത്തും മഗ്ഫിറത്തും ലഭിക്കണമെങ്കിൽ നമ്മളൊന്ന് മാറേണ്ടതുണ്ട്. മാറേണ്ടവർ മാറേണ്ടതുണ്ട്. മദ്യപാനികൾ തീർത്തും മാറേണ്ടതുണ്ട്. വ്യഭിചാരത്തിൽ നിലനിൽക്കുന്നവർ മാറേണ്ടതുണ്ട്. മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവർ മാറേണ്ടതുണ്ട്. കുടുംബ ബന്ധം മുറിക്കുന്നവർ മാറേണ്ടതുണ്ട്. അതേ സ്റ്റൈലിന് വേണ്ടി, പവറിന് വേണ്ടി ഞെരിയാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തി നടക്കുന്നവൻ മാറേണ്ടതുണ്ട്. വ്യക്തി വൈരാഗ്യം വെച്ച് ജീവിക്കുന്നവർ മാറേണ്ടതുണ്ട്. മുശ്രിക്കും മാറേണ്ടതുണ്ട്. ഇവരിലേക്കൊന്നും അള്ളാഹു നോക്കൂല, മഗ്ഫിറത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ തേട്ടത്തിനെന്ത് പ്രസക്തിയാ ഉള്ളത്? ചോദ്യത്തിനെന്ത് താല്പര്യമാണുള്ളത്? അതുകൊണ്ട് ഹതഭാഗ്യരുടെ ലിസ്റ്റിലൊന്നും പെട്ടുപോകരുത്. കഴിവിന്റെ പരമാവധി ചിന്തിക്കേണ്ട നേരമാണ്. ഉമ്മമാരേ, ശഅബാൻ പകുതിയുടെ രാവ് വരുന്നു. ഒരു മാസം എങ്ങാനും ഒരു പക്ഷേ ഉണ്ടായേക്കും. ആ ഒരു മാസം മുമ്പ് നിങ്ങൾ ചിന്തിച്ചോളൂ, ഈ പറയുന്ന തലങ്ങളിൽ ഏതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ നമ്മൾ മാറിയേക്കണം, ചെറുപ്പക്കാരെ തിരുത്തിയേക്കണം. എന്നിട്ട് അന്നത്തെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാനാണ്. ഇത് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരം കൂടി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ അവിടെ കിടന്നു, കട്ടിലിൽ കിടന്നു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ തങ്ങൾ വീണ്ടും ചോദിച്ചു, ആയിഷ അതഅ്ദനീന ലീ ഫിൽ ഖിയാമി ഹാദിഹിൽ ലൈല, ഇന്നത്തെ രാത്രി നിങ്ങൾക്കുള്ള രാത്രിയാണ്, ശരിയാണ്, പക്ഷെ നിങ്ങളൊന്ന് സമ്മതം തരും, ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ. ഇന്നത്തെ രാത്രിക്ക് വല്ലാത്ത മഹത്തുണ്ട്, ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, അതേ നബിയെ സമ്മതമുണ്ട്. ഫഖാമ ഫസജദ ലൈലൻ ത്വീലൻ, നീണ്ട സുജൂദാണ് നിങ്ങൾ നടത്തിയത്. ആ സുജൂദിന്റെ ദൈർഘ്യം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, അന്നഹു ഖദ് ഖുബിള, തങ്ങളുടെ റൂഹെങ്ങാനും പിടിക്കപ്പെട്ടു പോയോ? എത്ര നേരമായി സുജൂദിൽ തലവെച്ചിരിക്കുന്നത്. ഞാൻ തങ്ങളെ അന്വേഷിച്ച് തങ്ങൾ സുജൂദിലായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ഞാൻ പതുക്കെ അതിന്റെ അടുത്ത് ചെന്നു. തങ്ങൾ ചൊല്ലുന്നത് ഞാൻ കേട്ടു, അഊദു ബിഅഫ്വിക മിൻ നുഖൂബതിക വഅഊദു ബിറിളാക മിൻ സഖതിക വഅഊദു ബിക മിൻക ജല്ല വജ്ഹുക ലാ ഉശ്സി സനാഅൻ അലൈക കമാ അസ്നൈത അലാ നഫ്സിക. ഇതിങ്ങനെ തങ്ങൾ സുജൂദിൽ ചൊല്ലുകയാണ്. അഊദു ബിഅഫ്വിക മിൻ ഉഖൂബതിക, അല്ലാഹുവേ നിന്റെ പാപമോചനം കൊണ്ട്, നിന്റെ മാപ്പ് കൊണ്ട് ഞാൻ കാവൽ ചോദിക്കുന്നു നിന്റെ ശിക്ഷയിൽ നിന്ന്. 10 മണിയാറാകായി. ഞാൻ ഈ ഹദീസ് കൂടി വായിച്ചു നിർത്തും. ബാക്കി ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി ഭാഗങ്ങൾ അതിലുണ്ട്, അത് നാളത്തേക്ക് വെക്കും. നാളെ ബാക്കിയുള്ള വിഷയവും കൂട്ടി പറയും. നേരം ദീർഘിക്കുകയില്ല. കറക്റ്റ് 10 മണിക്ക് തന്നെ നമുക്ക് നിർത്തേണ്ടതുണ്ട്, ദിവസങ്ങൾ അങ്ങനെയുള്ളത് കൊണ്ട്. ഇതാ നേരം 9:55. ഇതുകൂടി വായിച്ച് പൂരിപ്പിക്കട്ടെ, ബദഹ് ചൊല്ലിയിട്ട് നമ്മൾ ദ്വാരക്കും. ഈ ദുആ ഇങ്ങനെ നടത്തി. ഫലമ്മ അസ്ബഹ, നിങ്ങൾ നോക്കി ഉമ്മമാരെ, നേരം വെളുത്തപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഈ ദിക്റുകളൊക്കെ ഞാൻ നബിതങ്ങൾക്കങ്ങ് ചൊല്ലിക്കൊടുത്തു. ദക്കർതുഹുന്ന ലഹു, തങ്ങൾ ആ സുജൂദിൽ ദീർഘനേരം കിടന്ന് ചൊല്ലിയ ദിക്റില്ലേ, അഊദു ബിഅഫ്വിക മിൻ ഉഖൂബതിക വഅഊദു ബിറിളാക മിൻ സുഖ്തിക വഅഊദു ബിക മിൻക ജല്ല വജ്ഹുക ലാ ഉശ്സി സനാഅൻ അലൈക കമാ അസ്നൈത അലാ നഫ്സിക. അതങ്ങനെ തന്നെ ഞാനും ചൊല്ലിക്കൊടുത്തപ്പോ തങ്ങൾ എന്നോട് ചോദിക്കാണ്, തഅല്ലംതിഹിന്ന, നിങ്ങളും പഠിച്ചോ? ഞാൻ പഠിച്ചു നബിയെ. തങ്ങളിങ്ങനെ ദീർഘനേരം ചെല്ലുമ്പോ ഞാൻ എന്റെ കാത് വെച്ച് കേട്ട് ഞാൻ പഠിച്ചു.
അപ്പൊ തങ്ങളെ മറുപടി തഅല്ലമീഹിന്ന വഅല്ലിമീഹിന്ന, നിങ്ങളത് പഠിക്കണം, മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും വേണം. ഫഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാമാണ് അല്ലമനീഹിന്ന, ആ ദിക്റുകൾ എനിക്ക് പഠിപ്പിച്ചു തന്നത്. വഅമറനി അൻ ഉറദ്ദിദഹുന്ന ഫിസ്സുജൂദി, ഞാൻ സുജൂദിൽ അങ്ങ് നെറ്റിവെച്ചപ്പോ ആവർത്തിച്ചു സുജൂദിൽ എന്നോട് ചൊല്ലാനും ജിബ്രീൽ അലൈഹിസ്സലാം കൽപ്പിച്ചു. ആ രാത്രിയിൽ റഹ്മത്തുമുണ്ട്, മഗ്ഫിറത്തും ഉണ്ട്, വേറെയും ഗുണങ്ങൾ ബാക്കിയുണ്ട്. ബാക്കി പറഞ്ഞു വച്ചത്. അവസാനം നാം പറഞ്ഞിരുന്ന ഷഅബാൻ പകുതിയുടെ രാത്രിയിൽ പാതിരാത്രിയിൽ നിസ്കരിച്ചിരുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രാർത്ഥന, ആ പ്രാർത്ഥന ഇന്നലെ നാം വായിച്ചിരുന്നു. അത് കേട്ട മാന്യ സഹോദരങ്ങളിൽ ഒരാൾ അതിന്റെ അർത്ഥം കൂടി പറഞ്ഞാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അതിന്റെ അർത്ഥം പറഞ്ഞ് ബാക്കി വിഷയങ്ങളിലേക്ക് പെട്ടെന്ന് കടക്കും. സുജൂദിൽ ഏറെ നേരം ആവർത്തിക്കാൻ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം അന്നത്തെ രാത്രിയിൽ പറഞ്ഞുകൊടുത്ത പ്രാർത്ഥന, അഊദു ബിഅഫ്വിക മിൻ ഉഖൂബതിക്, അല്ലാഹുവേ നിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു, ബിഅഫ്വിക നിന്റെ മാപ്പ് കൊണ്ട്. നീ വിശാലാർത്ഥത്തിൽ മാപ്പ് ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. ആ വിട്ടുവീഴ്ച മുൻനിർത്തി നിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു. വഅഊദു ബിറിളാക മിൻ സുഖ്തിക്, കോപത്തെക്കാളും കൂടുതൽ നിനക്കുള്ളത് റിളയാണ്, തൃപ്തിയാണ്. ആ തൃപ്തി കാരണമായി, അത് കാരണമാക്കിക്കൊണ്ട് നിന്റെ ക്രോധത്തിൽ നിന്ന്, ദേഷ്യത്തിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു. വഅഊദു ബിക മിൻക, അല്ലാഹുവേ നീ നിശ്ചയിക്കുന്ന എല്ലാ വിഷയങ്ങളിൽ നിന്നും എനിക്ക് ഷർറായി വരുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ജല്ല വജ്ഹുക്, നിന്റെ ദാത്ത് അത് പരിശുദ്ധിയേറിയതാണ്. ലാ അഹ്സി സനാഅൻ അലൈക്, നിന്റെ മേൽ എത്ര പ്രകീർത്തിച്ചാലും അത് കണക്കാക്കാൻ എനിക്ക് സാധിക്കുകയില്ല. അതിന് തെളിവാണ് കമാ അസ്നൈത അലാ നഫ്സിക്, നീ നിന്നെ തന്നെ പ്രകീർത്തിച്ചു എന്നത് ഏറ്റവും വലിയ തെളിവാണ്. ലോകത്തൊരാൾക്കും നിന്റെ പ്രകീർത്തനം തിട്ടപ്പെടുത്താനോ കണക്കാക്കാനോ സാധിക്കുകയില്ല. ഈ പ്രാർത്ഥന, ഈ ചെറിയ പ്രാർത്ഥനയാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ ബറാഅത്ത് രാവിൽ ആവർത്തിച്ചിരുന്നത് എന്ന് ഖുർആൻ പണ്ഡിതർ ഈ ആയത്തിന്റെ തഫ്സീറിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ബറക്കത്തുകൾ അധികരിച്ച രാത്രി എന്ന് അതിനെപ്പറ്റി പറയാൻ 3 വിഷയങ്ങളാണ് ഇന്നലെ നാം പറഞ്ഞു വച്ചത്. അതിനി ആവർത്തിക്കുന്നില്ല. അതിൽ മറ്റൊരു കാരണമായി ഖുർആൻ പണ്ഡിതർ പറയുന്നത്, ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൂർണ്ണ ശഫാഅത്ത് നൽകപ്പെട്ട രാവാണ് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ പകുതിയുടെ രാത്രി. അഥവാ ശഅബാൻ 13ന്റെ അന്ന് രാത്രി അള്ളാഹുവിനോട് അവിടുന്ന് ശഫാഅത്ത് ചോദിച്ചു. ശഫാഅത്തിന്റെ അധികാരം ചോദിച്ചപ്പോൾ അല്ലാഹു തആല ആ ശഫാഅത്തിന്റെ 1/3 അധികാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി. 14ാം രാത്രിയിൽ വീണ്ടും ചോദിച്ചു. അപ്പോൾ 1/2 അധികാരം അല്ലാഹു തആല നൽകി. 15ാം രാവിൽ വീണ്ടും ശഫാഅത്തിന്റെ അധികാരം ചോദിച്ചപ്പോൾ ഫഅഅത്തുൽ ജമീഅ്, ശഫാഅത്തിന്റെ പൂർണ്ണ അധികാരം നൽകി. ശഫാഅത്തിന്റെ പൂർണ്ണ അധികാരം നൽകപ്പെട്ട രാവ് എന്നതുകൊണ്ട് ആ രാത്രിക്ക് പ്രത്യേകം മഹത്വമുണ്ട്. അതാണ് ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ശഫാഅത്തിന് അള്ളാഹുവിനോട് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കതിന്റെ പൂർണ്ണ അധികാരം തന്നത് അള്ളാഹുവിന്റെ എതിരാളികൾ ഒഴികെ, അല്ലാഹു തആല നരകത്തിൽ തീർച്ചപ്പെടുത്തി നിശ്ചയിച്ച ആളുകൾ ഒഴികെ
ബാക്കി എല്ലാ ആളുകൾക്കും ഷഫാഅത്തിന് അധികാരം നൽകപ്പെട്ട രാവാണ് ശഅബാൻ പകുതിയുടെ രാവ്. അപ്പൊ ഷഫാഅത്തിന് അധികാരം നൽകപ്പെട്ട രാത്രി എന്ന് പറയുമ്പോൾ ആ ഷഫാഅത്തിൽ ഉൾപ്പെടാനും അവിടുത്തെ ഷഫാഅത്ത് ലഭിക്കാനും നാം അതു കാരണമാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തണം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങനെ അധികാരം നൽകപ്പെട്ട ഒരു രാവ് എന്ന നിലക്ക് ആ രാവിന് ഏറെ മഹത്വം ഉണ്ട്. മറ്റൊരു കാരണം പറയുന്നത് അന്ന മിൻ ആദത്തില്ലാഹി ഫീ ഹാദിഹിൽ ലൈല അൻ യസീദ മാഉ സംസം സിയാദതൻ ളാഹിറ. ഈ ശഅബാൻ 15ന്റെ രാവിൽ മുമ്പുള്ളതിനേക്കാൾ അധികം സംസം വെള്ളത്തിന് വർധനവുണ്ടാകും. സംസം വെള്ളത്തിന് വർധനവുണ്ടാകുന്ന ഒരു രാവാണ് ശഅബാൻ പകുതിയുടെ രാവ്. അങ്ങനെ ചില വിഷയങ്ങൾ കേൾക്കുമ്പോൾ പാടെ നിഷേധിക്കേണ്ടതില്ല. പഴയ കാലത്ത് ആളുകളൊക്കെ പറയും, ദുൽഹിജ്ജ മാസം പെരുന്നാളായി കഴിഞ്ഞാൽ കിണറിൽ നിന്ന് നമുക്ക് സംസം വെള്ളം കോരി കുടിച്ച് പെരുന്നാൾ ദിവസം ആരംഭിക്കണമെന്ന്. മുമ്പ് കാലത്ത് ഇങ്ങനെ ഒരാൾ പറഞ്ഞപ്പോൾ പലരും അതിനെ എതിർത്തു. എതിർക്കേണ്ടതില്ല. കാരണം ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അതിന് മതിയായ ഒരു ഹദീസ് മഹാനവറുകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബലിപെരുന്നാളിന്റെ രാത്രി സംസം വെള്ളത്തിൽ നിന്ന് എല്ലാ കിണറുകളിലേക്കും നീരൊഴുക്കുണ്ട്. ആദ്യം പെരുന്നാൾ ദിവസം പകലിൽ ആദ്യം കിണറ്റിൽ നിന്ന് മുക്കിയെടുക്കുന്ന വെള്ളം, മുകളിൽ കാണുന്ന വെള്ളം സംസമിൽ നിന്ന് വന്ന വെള്ളമാണെന്ന് ഹദീസിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ ഹദീസ് തെളിവിന് മതിയായ ഹദീസും കൂടിയാണ്. അപ്പൊ ഇങ്ങനൊരു പുതിയ വർത്തമാനം കേൾക്കുമ്പോ തള്ളിക്കളയണ്ട. ചിലർക്ക് അങ്ങനെയുണ്ട്, ഇതുവരെ കേൾക്കാത്തത് കൊണ്ട് അപ്പറഞ്ഞത് ശരിയായിട്ടില്ല. ഞാൻ ഈ വായിക്കുന്നത് തഫ്സീർ റൂഹുൽ ബയാനിൽ നിന്നാണ്. മറ്റു പല മുഫസ്സിറുകളും പറഞ്ഞിട്ടുണ്ട്. ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹിയും ഇതേ തഫ്സീർ കൊണ്ടുവന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഒരു പതിവാണ്. ശഅബാൻ പകുതിയുടെ ഒരു ബർക്കത്ത് നോക്ക് നിങ്ങൾ. വെള്ളത്തിന്റെ വർധനവ് വലിയ ബർക്കത്താണ്. അത് വലിയ ബഹുമാനവുമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ യുദ്ധത്തിന് പോയി കൂടെ കൊണ്ടുപോയ ഒട്ടകങ്ങളെ ഭക്ഷണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓരോന്നിനെയും ഇങ്ങനെ അറുക്കാൻ തീരുമാനിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ, നമ്മൾ എപ്പോഴാണ് ഇവിടുന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകാന്ന് പറയാൻ പറ്റൂല. തങ്ങൾ നേരത്തെ ഒട്ടകത്തെ അറുക്കാൻ സമ്മതം കൊടുത്തു. എല്ലാ ഒട്ടകങ്ങളെയും അറുത്തു തീർക്കുകയാണെങ്കിൽ പിന്നെ പോകാൻ എവിടുന്ന വാഹനം? അതുകൊണ്ട് തങ്ങൾ ആ ഒട്ടകത്തെ അറുക്കാൻ വേണ്ടി തങ്ങൾ പറയണ്ട, പകരം അവരുടെ കൈകളിൽ ബാക്കിയുള്ള ഭക്ഷ്യവസ്തുക്കളും പാനീയങ്ങളും കൊണ്ടുവരാൻ തങ്ങൾ പറയണം. എന്നിട്ട് തങ്ങൾ പ്രാർത്ഥിക്കണം. ആ അഭിപ്രായം സ്വീകരിച്ച് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാവരുടെയും കൈകളിൽ ശേഷിക്കുന്ന ഭക്ഷണങ്ങൾ കൊണ്ടുവരും. സ്വഹീഹുൽ ബുഖാരിയിലുണ്ട് ഹദീസ്. എല്ലാവരുടെ കൈകളിലും ബാക്കിയുള്ള ഭക്ഷണങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. ആ ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവന്നു. അവിടുന്ന് ബറക്കത്തിന് ദുആ ചെയ്തു. 1000-ലധികം വരുന്ന സ്വഹാബിമാർ ആ മിച്ചമുള്ള ഭക്ഷണത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും അവരുടെ പാത്രങ്ങളിൽ, സഞ്ചികളിൽ അത് നിറക്കുകയും ചെയ്തു. അപ്പോ വെള്ളത്തിന്റെ വർധനവ് അത് വലിയ ബറക്കത്താണ്. അന്നവിടെ വെള്ളം കെട്ടി നിർത്തി വെള്ളത്തോട് അവിടെ ഒതുങ്ങാൻ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടില്ലെങ്കിൽ ലകാനത്ത് ഐനൻ മഈന, അവിടുന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, റഹിമല്ലാഹു, അല്ലാഹു തആല വലിയ ബറക്കത്ത് ചെയ്തു ഉമ്മ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ മാതാവിനെ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന ആമുഖത്തോടെ തങ്ങൾ പറഞ്ഞു. മഹദി അന്ന് സംസം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ലകാനത്ത് ഐനൻ മഈന, അത് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒഴുകുന്ന ഒരു വലിയ വെള്ളത്തടാകമാകുമായിരുന്നു. വറ്റാത്ത നീരുറവയാണ്. അതിൽ വെള്ളത്തിന് വർധനവുണ്ടാകുന്ന രാവാണ് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. പോരാ, മറ്റു പല പണ്ഡിതന്മാരും മഹത്വം പറഞ്ഞ കൂട്ടത്തിൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. ബറക്കത്തുള്ള രാവ് വരാൻ പോകുന്നു.
നന്നായി ഞാനും നിങ്ങളും ഒരുങ്ങണം എന്ന നിലക്കാണ് ഞാനിത് പറയുന്നത്. ശഅബാൻ പകുതിയുടെ അന്നാണല്ലോ മുഅ്മിനുകളെ നമുക്കൊക്കെ ആശ്വാസമാകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം അല്ലാഹു ഇറക്കിയത്. ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും ആശ്വാസത്തിന്റെ വചനമാണ് സ്വലാത്ത്. സ്വലാത്ത് ചൊല്ലണമെന്നതിന്റെ അത് കൽപ്പിക്കുന്ന ആയത്തിറങ്ങുന്നത് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ഇത് അവതരിക്കുന്നത് വിശുദ്ധ ശഅബാനിലാണ്, പകുതിയിലാണ്. സുബ്ഹാനല്ലാഹ്, അത് വലിയ ആശ്വാസത്തിന്റെ ഒരു വാക്കാണ്. ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്ന സ്വലാത്ത് ചൊല്ലാൻ പ്രത്യേക നിർദ്ദേശം ലഭിക്കുകയും സ്വലാത്ത് ചൊല്ലിക്കോളൂ എന്ന് പറയുന്നതിന് പകരം അല്ലാഹു തആല അതിന്റെ തുടക്കത്തിൽ അതിന്റെ മഹത്വം പഠിപ്പിച്ചു തന്നിട്ടാ ചൊല്ലാൻ പറയുന്നത്. അത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും മലക്കുകളും എല്ലാവരും കൂടി അതിൽ പങ്കുചേരുന്നുണ്ട്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. മറ്റു കർമ്മങ്ങളിൽ നിന്ന് വിഭിന്നമായി അങ്ങനൊരു അമല് നമുക്ക് സമാനമായി തന്നു. മുൻഗാമികളിൽ അവരും സ്വീകരിച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. കാരണം ആ സ്വലാത്ത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഇണയായി അല്ലാഹു സൃഷ്ടിച്ച അവിടുത്തെ വാരിയെല്ലിൽ നിന്ന് സൃഷ്ടിച്ച ഹവ്വ റളിയല്ലാഹു അൻഹ, ഹവ്വ ബീവിയിലേക്ക് ശരീരം ആകർഷിച്ചപ്പോൾ അല്ലാഹു തആല ഒരു മറയാക്കി അവിടെ വെക്കുകയും ആദമേ നിങ്ങൾക്ക് തൊടാനായിട്ടില്ല, നിങ്ങൾക്കു തന്നെ നിങ്ങളിൽ നിന്ന് ഞാൻ സൃഷ്ടിച്ച ഇണയാണ്. പക്ഷേ ഒന്ന് തൊടണമെങ്കിൽ ചെറിയൊരു ഡിമാൻഡുണ്ട്. നിങ്ങൾ വിവാഹമൂല്യം നൽകണം. എന്താണ് സ്വർഗത്തിലെ വിവാഹമൂല്യം? അല്ലാഹു കൊടുത്ത വിവാഹമൂല്യം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 10 സ്വലാത്താണ്. അന്ന് തുടങ്ങിയ ആ സ്വലാത്ത് അതെങ്ങനെ കാലങ്ങളോളം ചൊല്ലിവന്ന് അതിന്റെ ഏറ്റവും വലിയ മഹത്വം അല്ലാഹു നമുക്ക് കൈമാറിയതും ശഅബാനിലാണ്. അതുകൊണ്ട് ശഅബാൻ മാസം അതിന്റെ പകുതി നന്നായി ഉൾക്കൊള്ളണം, സ്വീകരിക്കണം. സൂറത്തു ദുഖാനിൽ അല്ലാഹു പറഞ്ഞു ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. തീരുമാനം കൈമാറ്റം ചെയ്യപ്പെടുന്ന മാസം. യുക്തബു എഴുതപ്പെടും, വയുഫസ്സലു വിശദമാക്കപ്പെടും, കുല്ലു അംരിൻ മുഹ്കമിൻ തീരുമാനം പുതുക്കല്ല, തീരുമാനം പുതുക്കി കൊടുക്കല്ല. അള്ളാഹു നിശ്ചയിച്ച തീരുമാനം ഉത്തരവാദപ്പെട്ട മലക്കുകളിലേക്ക് കൈമാറുകയാണ്. ആ കൈമാറ്റം ചെയ്യപ്പെടുന്ന രാവ് എന്നതുകൊണ്ടാണ് യുഫ്റഖു കുല്ലു അംരിൻ ഹകീം. ഈ ബറാഅത്ത് രാവിൽ പ്രധാനമായി ചെയ്യേണ്ട ഒരു കർമ്മവും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നാളെ മഗ്രിബ് നിസ്കരിച്ച ഉടനെ, നാളെ എന്തെങ്കിലും ശുഗലുകളിൽ പോകരുത്. മഗ്രിബ് നിസ്കരിച്ച ഉടനെ നിങ്ങൾ എവിടെയാണെങ്കിലും അത് നിങ്ങളെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായി. വീട്ടിലെ മെമ്പർമാരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കണം. മഗ്രിബ് നിസ്കരിച്ച ഉടനെ 3 യാസീൻ ഓതണം. 3 യാസീൻ എല്ലാവരും ഓതണം. 1 റിസ്ക് വിശാലമാകാൻ, 1 റിസ്ക് വിശാലമാകാൻ, 2 ആയുസ് ദീർഘിക്കാൻ, 3 ആഖിബത്ത് നന്നാവാൻ. ഈ 3 ലക്ഷ്യം മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ 3 യാസീൻ ഓതണം. അപ്പൊ പിന്നെ മരിച്ചവർക്ക് ഓതണ്ടേ? ഈ ഓതിയ 3 യാസീനും മരിച്ചവർക്കും നിങ്ങൾക്ക് ഹദിയ ചെയ്യാം. പക്ഷേ അതിൽ 1 മരിച്ചവർക്ക് എന്നതല്ല. നിങ്ങൾ ആ 3 യാസീൻ ഓതുന്നത് 3ഉം നിങ്ങളുടെ വ്യക്തിപരമായ കാര്യത്തിലാണ്. ആ കൂട്ടത്തിൽ മരിച്ചവരെയും കൂട്ടാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി മരിച്ചവർക്ക് വേണ്ടി വേറെ യാസീൻ ഓതുന്നു, അതിനും കുഴപ്പമില്ല. 3 തന്നെ അവർ ഉൾപ്പെടുത്തും ചെയ്യാം. പക്ഷെ 3 യാസീൻ ഓതുമ്പോ വ്യക്തിപരമായ 3 നിയ്യത്താവുള്ളത്. 1 എന്റെ റിസ്ക് വിശാലാവണം. ആ ദിനം കണക്കാക്കുന്ന ദിനമാണ്. നാളത്തെ രാത്രി കണക്കാക്കുന്ന രാത്രിയാണ്. മൊത്തത്തിൽ കണക്കാക്കൽ നാളെ നടത്തും. വകതിരിച്ച് ഓരോന്നും ഒരു കൊല്ലം. അടുത്ത ബറാഅത്ത് 15 വരെ ഇവൻ എത്ര കിലോ അരി കഴിക്കും?
എത്ര ഫ്രൂട്ട്സ് കഴിക്കും, ഇതൊക്കെ അള്ളാഹു കണക്കാക്കുകയാണ്. പക്ഷെ അതിന്റെ വക തിരിച്ചുള്ള കണക്ക് നടക്കുന്നത് ലൈലത്തുൽ ഖദറിലാണ്. ഓരോ ദിവസവും ഇത്ര, ഇന്ന നേരം ഇന്ന ഭക്ഷണം എന്ന കണക്കൊക്കെ ലൈലത്തുൽ ഖദറിലും നടക്കും. 2 രാത്രിയിലും കണക്കാക്കണം. ഒന്ന് മൊത്തത്തിലുള്ള കണക്കെടുപ്പാണ്, മറ്റേത് ഡീറ്റെയിൽ ആയിട്ടുള്ള കണക്കവതരണമാണ്. ഏതായാലും ഈ അന്ന് ഒന്ന് റിസ്ക് വിശാലാവാനാണ് ഒരു യാസീൻ ഭംഗിയായോ. അന്നും ഒരു കടമ നിർവഹിക്കലാകരുത്. നല്ല മട്ടത്തിൽ ഇഖ്ലാസോടെ പതുക്കെ നിങ്ങളൊരു 3 തവണ യാസീനോദ്, ഒരു യാസീനോദും റിസ്ക് വിശാലാവണം. കാരണം ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ എത്ര പാവങ്ങളാ ലോകത്ത് മരിക്കുന്നത്. ഇപ്പൊ അടുത്ത് വാട്സാപ്പിൽ കണ്ടു, നിങ്ങൾ കണ്ടോന്നറിയില്ല, ഹോട്ടലിൽ നിന്ന് പുറത്തേക്കെറിയുന്ന എച്ചിൽ പൊതി അതിങ്ങനെ അഴിച്ചിട്ട് അതിൽ നിന്ന് ആരൊക്കെയോ തിന്നിട്ടതാണ്. അതിൽ മീനിന്റെ അംശമുണ്ട്, ഭക്ഷണത്തിന്റെ അംശമുണ്ട്, പച്ചക്കറിയുണ്ട്, മാംസമുണ്ട്, മത്സ്യമുണ്ട്. അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കഴിക്കുന്ന ഒരു പാവം മനുഷ്യൻ. ഉറപ്പല്ലേ സുഹൃത്തുക്കളെ? എത്ര മനുഷ്യന്മാരാ ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നു. അവർക്ക് ഇത് അടിപൊളി ഭക്ഷണമാണ് അല്ലെ, ഹോട്ടലിൽ നിന്ന് തള്ളുന്ന ഈ സംഗതി. നമുക്ക് 4 നേരം ഭംഗിയായിട്ട് ഭക്ഷണം കിട്ടിയത് കൊണ്ട് ആ ഭക്ഷണത്തിന്റെ വിലയറിയാത്തത്, ബിസ്മി ചൊല്ലാൻ മറക്കുന്നത്, പ്ലേറ്റ് വടിച്ച് വൃത്തിയാക്കാൻ മറക്കുന്നത്, പ്ലേറ്റ് കഴുകാൻ മറക്കുന്നത് ഒക്കെ ഭക്ഷണത്തിന്റെ വിലയറിയാത്തത് കൊണ്ടാണ്. ഭക്ഷണത്തിന്റെ വില അറിയുന്ന എത്ര പട്ടിണി പാവങ്ങളുണ്ട്. നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു നമുക്ക് പട്ടിണി നൽകാതിരിക്കട്ടെ. നമുക്കും നമ്മുടെ കുടുംബത്തിനും മതിയായ അളവിലുള്ള ഭക്ഷണം അത് വാങ്ങാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനാവശ്യമായതൊക്കെ അള്ളാഹു നമ്മുടെ കയ്യിലേൽപ്പിക്കട്ടെ. നമ്മുടെ കച്ചവടത്തിലൂടെ, ഏർപ്പാടിലൂടെ, ജോലിയിലൂടെ അള്ളാഹു എല്ലാം നമുക്ക് സാധിപ്പിച്ചു തരട്ടെ. ദുആ ചെയ്യാം നമുക്ക്. ഭക്ഷണം അല്ലെങ്കിൽ കഥ കഴിഞ്ഞു. അപ്പൊ ഭക്ഷണം മര്യാദക്ക് എന്റെ കുടുംബത്തിന്റെ ഭക്ഷണം ഇങ്ങനെ ഭംഗിയായിട്ട് പോകണം. യാസീനോദം. അപ്പൊ കച്ചവടത്തിൽ നഷ്ടങ്ങൾ വരൂല, ജോലിയിൽ നഷ്ടങ്ങൾ വരൂല. നല്ല ഇഖ്ലാസോടുകൂടെ യാസീനോദിക്കോ. റിസ്ക് വിശാലമാവണമെന്ന് കരുതി. പിന്നെ മറ്റൊന്ന്, ആയുസ് ദീർഘിക്കാൻ വളരെ പ്രധാനമാണ്. മുത്തുനബിയോട് ചോദിച്ചു, മൻ ഖൈറുൻ നാസി യാ റസൂലല്ലാഹ്, നബിയെ ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യനാരാണ്? മുത്തുനബിന്റെ മറുപടി എന്താ? മൻ ത്വാല ഉമറുഹു വഹസുന അമലുഹു, ആയുസ് ദീർഘിക്കുകയും കർമ്മം നന്നാവുകയും ചെയ്ത മനുഷ്യനാണ്. കുറെ കാലം ജീവിക്കാൻ പറ്റുക, ആ ജീവിക്കുന്ന കാലത്തൊക്കെ നിസ്കരിക്കാനും നോമ്പോൽക്കാനും ഖുർആൻ ഓതാനും സദഖ ചെയ്യാനും ഒക്കെ കഴിയുക, അതന്നെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടം. ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ 90-ലധികം പ്രായം ഇവിടെ ജീവിച്ചു. ഖൈർ നിറഞ്ഞ ഒരു ജീവിതം അല്ലേ? എന്തെല്ലാം ഖൈറാത്തുകളാണ് ആ ജീവിതത്തിൽ പറയാനുള്ളത്. ചെറുകളില്ലല്ലോ, ഖൈറാത്ത് മാത്രം. അങ്ങനെ ജീവിക്കാൻ പറ്റണം. നീണ്ട ആയുസ് കിട്ടുക, അതിലൊക്കെ ഖൈർ ചെയ്യാൻ അവസരം ഉണ്ടാവുക. ഇനി അവിടെയും പറയട്ടെ, ഈ ദീർഘായുസിന്റെ ഇത് നല്ലൊരു വിഷയമാണ്. ഇന്ന് ഫുള്ളും അത് പറയാനുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നേരത്തെ ആയത്ത പറഞ്ഞു വന്ന് ഇത് അവസാനം ഇടപെട്ട് സംസാരിക്കാന്ന് കരുതിയോണ്ട് ചുരുങ്ങിപ്പോയതാണ്. ഈ ദീർഘായുസിനെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ 25 വയസ്സ് 90 വയസ്സിനേക്കാൾ വലിയ ദീർഘായുസാകും. ഈ ഹദീസ് വിശദീകരിച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നു, കാരണം 25 വയസ്സ് 90 വയസ്സ് വരെ ജീവിച്ചവന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ 25 വയസ്സുകൊണ്ട് ചെയ്തിട്ട് പോണവരുണ്ട്. അല്ലെങ്കിൽ അവന് ചെയ്യാൻ പറ്റാത്തത് ചെയ്യുന്നവന്. അപ്പൊ 90-നേക്കാൾ നല്ലത് 25ആണ്. 90 വയസ്സ് വരെ ജീവിച്ചിട്ട് 25 വയസ്സ് വരെ ജീവിച്ചവൻ ചെയ്ത നന്മ ചെയ്യാത്തവരുണ്ട്. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം നല്ലത് 25 വയസ്സായിരുന്നു. ഇത് തിരിച്ചറിഞ്ഞാൽ മതി. അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യന്റെ ആയുസ് എത്ര? 63 വയസ്സ്. അവരുടെ മേലെ വയസ്സ് കിട്ടിയവർ എത്രണ്ട്? ബഹുമാനപ്പെട്ട താജുൽ ഉലമ തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു വേദിയിൽ. 63 കഴിഞ്ഞിട്ട് പിന്നെ കിട്ടുന്നതൊക്കെ ലാഭമാണ്. കാരണം ലോകത്ത് അല്ലാഹു എല്ലാം തികഞ്ഞ മനുഷ്യന് എത്രേ കൊടുത്തിട്ടുള്ളൂ? 63 വയസ്സ്. 63ന്റെ അപ്പുറത്ത് കിട്ടുന്നതൊക്കെ ലാഭമാണ്. അപ്പൊ ലാഭത്തിൽ ഓടുന്നോല് കുറെ ഉണ്ടാവും. അജയർ എത്രയായി? 60 70 കഴിഞ്ഞു പോയി അല്ലേ? എത്തിയോ? ഇല്ല.
63ന്റെ അപ്പുറത്തേക്ക് പോയാലൊക്കെ പിന്നെ ലാഭത്തിലാവും. കാരണം അൽ ഇൻസാനുൽ കാമിലായ അഫ്ളലുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹു കൊടുത്തത് 63 വയസ്സാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഓടുന്നതൊക്കെ ലാഭമാണ്. 63ന്റെ അപ്പുറം കടന്നോല് ഈ കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? ഓ, എനിക്ക് ഇത്ര വലിയൊരു ഭാഗ്യം കിട്ടി, എനിക്ക് ഇത്ര വലിയൊരു ഭാഗ്യം അല്ലാഹു തന്നു, അതുകൊണ്ട് തന്നത് ഞാൻ പരമാവധി ഉപയോഗപ്പെടുത്തട്ടെ എന്ന് ആലോചിക്കണം. നല്ലപോലെ ആലോചിക്കണം. മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ആദം നബിക്ക് എത്ര വയസ്സാ ജീവിക്കാൻ അവസരം കിട്ടിയത്? 1000 കൊല്ലം ജീവിച്ചിട്ടുണ്ട് ആദം നബി. നൂഹ് നബി 1000 ചില്ലാനം ജീവിച്ചിട്ടുണ്ട്. ചില്ലാനത്തിൽ എത്രയെന്ന് ഖിലാഫുണ്ട്, അതുകൊണ്ടാ പറയുന്നത് 1000-ലധികം ജീവിച്ചിട്ടുണ്ട് നൂഹ് നബി അലൈഹിസ്സലാം. പക്ഷെ അവരെക്കാളൊക്കെ അഫ്ളൽ ആരാ? 63കാരൻ. ലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. അതാണ് അല്ലാഹു തആല എന്ത് ചെയ്തത്? മുത്തു നബിയുടെ ബറക്കത്താക്കപ്പെട്ട ആയുസ്സിനെ പിടിച്ച് സത്യം ചെയ്തത്. ലഅംറുക, നബിയെ തങ്ങളുടെ കേവലം 63 കൊല്ലക്കാലത്ത് ആ മുബാറക്കായ ആയുസ്, അത് സാക്ഷിയാണ് തങ്ങളെ. ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. ലോകം, മനുഷ്യർ മുഴുവനും അവരുടെ ജീവിത ലഹരിയിൽ, വെപ്രാളത്തിലാണ്. അവർ അലഞ്ഞു തിരിയുകയാണ് ജീവിത ലഹരിയിൽ. ആയുസ് കൃത്യമായ ലക്ഷ്യബോധത്തോടെ ആയുസ് ചെലവഴിച്ചത് തങ്ങൾ മാത്രമാണ്. മുത്തുനബിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മൾ ആയുസ്സിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. അപ്പൊ ആയുസ് ദീർഘിക്കാൻ ഒരു യാസീൻ. പിന്നെ മൂന്നാമത്തെ യാസീൻ എന്താണ്? നിയ്യത്ത്. ഖാത്തിമത്ത് നന്നാവാൻ. ഖാത്തിമത്ത് നന്നാവുക എന്ന് പറഞ്ഞാൽ അന്ത്യം നന്നാവുക. മരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മരിക്കുന്നത് വരെ നന്മകൾ മാത്രം ചെയ്യും. അവസാനം ഭാഗ്യദോഷത്തിന് ഒരു ദിവസം കമ്പനി കൂടി കള്ളുടിക്കാൻ പോയി. മൂപ്പരാ പണി എടുത്തിട്ടേ അല്ല. അവസാനം കമ്പനി കൂടി കള്ളുടിക്കാൻ പോയി. ഏത് ചെയ്തു? ബാറിൽ വെച്ച് ഇയാള് മരിച്ചു. നോക്കുങ്ങള്, എല്ലാം മുടഞ്ഞു. ഇതുവരെ ചെയ്തതൊക്കെ ബാത്തില. കാരണം ഒരാളുടെ അവസാനം ഏതൊരു കാര്യത്തിലായിരുന്നോ അതാണ് പരിഗണിക്കുക. അല്ലാഹു കാക്കട്ടെ. അവസാനം വരെ നന്മ ചെയ്യും. അവസാനം ഒരു കലിമത്ത് പറഞ്ഞിട്ട് അയാൾ ഇസ്ലാം എന്ന് പുറത്തു പോകും. അത് മരിക്കും, മുർത്തദായി മരിക്കും. അല്ലാഹു കാക്കട്ടെ. ഇലക്ഷനൊക്കെയാണ് വരുന്നത്. ഒരു മുദ്രാവാക്യം മതിയാവും ചെയ്തതൊക്കെ ബാത്തിലാക്കാൻ. ഒറ്റ മുദ്രാവാക്യം കൊണ്ട് ഇതുവരെ ചെയ്തതൊക്കെ ബാത്തിലാക്കുന്നവരുണ്ട്. നല്ലോണം കരുതണം. ആലിമീങ്ങളെയും സയ്യിദന്മാരെയും ഒക്കെ ചീത്ത പറയുന്നവർ. ഇസ്ലാമൊന്ന് തെറിച്ചു പോകുന്ന ഒരു പണിയും ചെയ്യരുത്. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, മുത്തുനബി പറഞ്ഞത്. അവസാനം വരെ നന്മ ചെയ്ത് അവസാനം ഒരു കലിമത്ത് കൊണ്ട് ആളേതായി പോകും. അന്ത്യഘട്ടത്തിൽ അയാൾ തെറിച്ചു പോകും. അല്ലാഹു കാക്കട്ടെ. അപ്പോൾ ആഖിബത്ത് നന്നാവുക വളരെ പ്രധാനമാണ്. ഈമാൻ കിട്ടി മരിക്കുക അത്ര വലിയൊരു സൗഭാഗ്യമല്ല. അതുകൊണ്ടാണ് ഹദ്ദാദ് റാത്തീബിൽ നമ്മൾ എല്ലാ ദിക്റും 3 തവണ ചൊല്ലുന്നു, ഒരു ദിക്ർ 4 തവണ ചൊല്ലുന്നു, ഒരു ദിക്ർ മാത്രം 7 തവണ. അല്ലെ, 7 തവണ ചൊല്ലുന്ന ഒരു ദിക്റുണ്ട് ഹദ്ദാദ് റാത്തീബ്. അതേതാ? യാദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം. ഈമാൻ കിട്ടി മരിക്കണം. ഈമാൻ കിട്ടി മരിക്കുക എന്നുള്ളത് ദീനുൽ ഇസ്ലാമിന്റെ പേരിലായിട്ട് മരിക്കുക. ആ ദുആ 7 വട്ടാണ് നടത്തുന്നത്. അതിന് കാരണം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പറഞ്ഞത് അല്ല, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ പേരക്കുട്ടി ഹദ്ദാദിന് എഴുതിയ ഒരു വ്യാഖ്യാനം, 527 പേജുള്ള ഒരു വ്യാഖ്യാനം. അതില് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ പേരക്കുട്ടി പറയുന്നുണ്ട്, എന്റെ വല്ലിപ്പ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങള് ഈ ദിക്ർ 7 വട്ടാക്കാൻ കാരണം ഒരു മനുഷ്യന്റെ ആഖിബത്ത് നന്നാവലാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ അത് ഇസ്ലാമില് വളരെ പ്രധാനമുള്ള ഒരു എണ്ണാണ് ഈ 7. ആകാശം 7ആണ്, ഭൂമി 7ആണ്, അല്ലെ, നരകത്തിന്റെ വാതിലുകൾ 7ആണ്. അങ്ങനെ തുടങ്ങിയിട്ട് കുറെ സംഗതികൾ ദീനിൽ 7 ഉണ്ട്. അത് മാത്രം പറയുന്ന കിതാബൊക്കെ ഉണ്ട്. സപ്ത മലർവാടി 7 മാത്രം വിശദീകരിക്കുന്ന കിതാബ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്
ഇതിങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം ആഖിബത്ത് നന്നാകൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് ലോക മുസ്ലിമീങ്ങളോട്, കോടിക്കണക്കിന് മുസ്ലിമീങ്ങളോട് ഇങ്ങനെ ഹദ്ദാദ് റാത്തീബിൽ യാദൽ ജലാലി വൽ ഇക്റാം അമിത്ന അലാ ദീനുൽ ഇസ്ലാം എന്ന് ദുആ ചെയ്യിപ്പിച്ച ബറക്കത്തായിരിക്കും, എന്ന് ദുആ ചെയ്യിപ്പിച്ച ബറക്കത്തായിരിക്കും ഇപ്പോഴും മനുഷ്യൻ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇന്ന് എത്ര കോടി ജനങ്ങൾ ചൊല്ലി ഹദ്ദാദ് റാത്തീബ് ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോ ഇതിന്റെ ബറക്കത്തായിരിക്കും അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ അവസാനം വഫാത്താകുന്ന സമയത്ത് 500 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട വഫാത്തായത്. എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ഹൽഖൊക്കെ കൂടിയെങ്കിൽ 500 വട്ടം ചൊല്ലുള്ളൂ. അപ്പൊ ശരിക്കും കലിമത്തു ഷഹാദയുടെ ദിക്ർ ഹൽഖ നടത്തിയിട്ട് മരിച്ചു എന്ന് പറയും പോലെയാണ് 500 വട്ടം കലിമത്തു ഷഹാദ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവർത്തിച്ച് ചൊല്ലി മനസ്സിൽ ഉറപ്പിച്ചിട്ടാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ വഫാത്തായത്. നമ്മളോ അവസാനം ഒരു തവണ എങ്ങനെയെങ്കിലും ഒപ്പിച്ച് ഒരു വട്ടം അതൊന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ 500 വട്ടം ചൊല്ലി സന്തോഷത്തോടെ കണ്ണടച്ചു. അപ്പം പടച്ചോനെ മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കാൻ കഴിയണം, മരിക്കോളം ദീനിൽ എന്നെ ഉറപ്പിച്ചു നിർത്തണം. ഈ നിയ്യത്തും ചെയ്ത് ഒരു യാസീൻ, ഇങ്ങനെ 3 യാസീൻ ഓതുക. ഈ യാസീൻ ഓതുമ്പോൾ അത് നടക്കുവോ? മുത്തുനബി പറഞ്ഞു യാസീൻ ലിമാ ഖുരിഅ ലഹു, യാസീൻ എന്ത് ലക്ഷ്യം വെച്ച് ഓതിയോ ആ ലക്ഷ്യം നേടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതേപോലത്തെ ഒരു ഹദീസ് വേറെ കാണാം. ഹദീസിൽ ഏതാണത്? മാഉ സംസം ലിമാ ശുരിബ ലഹു, സംസം വെള്ളം എന്ത് നിയ്യത്ത് വെച്ച് കുടിച്ചാലും ആ നിയ്യത്ത് സാധ്യമാകും എന്നതുപോലെയാണ് യാസീൻ ലിമാ ഖുരിഅ ലഹു. യാസീൻ എന്ത് ലക്ഷ്യത്തിലാണോ ഓതിയത് ആ ലക്ഷ്യം സഫലമാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് നാളെ ആണും പെണ്ണും ചെറിയവരും വലിയവരും ഒക്കെ 3 യാസീൻ ഓതണം. 1 റിസ്ക് വിശാലമാവാൻ, ഭക്ഷണം, വസ്ത്രം, ജീവിത സൗകര്യം ഒക്കെ പെടുട്ടോ. റിസ്ക് എന്ന് പറഞ്ഞാൽ വെറും ഭക്ഷണം എന്ന് മാത്രമല്ല, എല്ലാ സൗകര്യവും അനുഗ്രഹങ്ങൾ പൂർണ്ണമാകാൻ. മറ്റൊന്ന് ആയുസ് ദീർഘിക്കാൻ. രണ്ടാമത്തേത് റിസ്ക് വിശാലമാകാൻ 1, ആയുസ് ദീർഘിക്കാൻ 2, ആഖിബത്ത് നന്നാവാൻ 3. ഹുസ്നുൽ ഖാതിമ, നല്ല അന്ത്യം ലഭിക്കാൻ. ഈ നിയ്യത്ത് വെച്ച് 3 യാസീൻ ഓതുക. എന്നിട്ട് ദുആ ചെയ്യുക. കുടുംബനാഥൻ ദുആ ചെയ്യുക. ഓരോരുത്തരായിട്ട് ദുആ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, കുടുംബനാഥൻ ദുആ ചെയ്ത് ബാക്കിയുള്ളവരൊക്കെ ആമീൻ പറയുകയാണെങ്കിൽ അങ്ങനെ. ഏതായാലും എല്ലാവരും നാളെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകിച്ച് ഉണർത്തുന്നു.